കശ്മീരിൽ ഭീകരപ്രവർത്തനത്തെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കാശ്മീരിലെ സർക്കാർ. കാശ്മീരിലെ രണ്ട് മേഖലകളും ശ്രീനഗറിലും ജമ്മുവിലും ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിൽ വിപുലമായ തോതിലുള്ള യോഗങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഭീകരപ്രവർത്തനത്തെ അനുവദിക്കില്ല. ഭീകരവാദികൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം നൽകുന്ന, അത് സാമ്പത്തികമായോ മറ്റ് ലോജിസ്റ്റിക്കലായോ സഹായം നൽകുന്ന ഏതൊരാളെയും ഭീകരായിട്ട് തന്നെ ചിത്രീകരിച്ചുകൊണ്ട് കർശനമായ നടപടികൾ എടുക്കാനാണ് ലഫ്റ്റനന്റ് ഗവർണർ പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനനുസരിച്ചുള്ള മീറ്റിങ്ങുകളാണ് ജമ്മു കാശ്മീരിൽ നടന്നു വരുന്നത്. അതിർത്തിയിൽ കേന്ദ്ര സേനയാണുള്ളത്. പക്ഷെ അതിർത്തിയിൽ എല്ലാവിധ സഹായങ്ങളും, അതിർത്തിയിലുള്ള സൈന്യത്തിനും കേന്ദ്ര സേനയ്ക്കും എല്ലാവിധ സഹായങ്ങളും നൽകാൻ, ബാക്കപ്പ് നൽകാനാണ് പോലീസിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും തീവ്രവാദത്തെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള എല്ലാ നടപടികളും കാശ്മീരിൽ സ്വീകരിച്ചു വരികയാണ്. കുറച്ച് വർഷങ്ങളായിട്ട് കാശ്മീരിൽ ഏതാണ്ട് തീവ്രവാദം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കല്ലേറിയിലില്ല, യാതൊരു തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളില്ല. ജനങ്ങൾ പരസ്യമായിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ട്. ടൂറിസം കാര്യമായിട്ട് വികസിച്ചു. പക്ഷെ കുറച്ചുകൂടി നല്ല രീതിയിൽ പൂർണ്ണമായിട്ടും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് കാശ്മീരിലെ സർക്കാർ നടത്തുന്നത്. ഇപ്പം അവർ പറയുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇപ്പോൾ ഒരു MP പാർലമെന്റിലേക്ക് ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭീകരപ്രവർത്തനത്തിൽ ജയിലിലായ ആളാണ്. അദ്ദേഹത്തിനെതിരായുള്ള കുറ്റം എന്ന് പറയുന്നത് ഭീകരപ്രവർത്തകർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്യുന്ന ആളുകളെയും തീവ്രവാദികൾ എന്ന നിലയിൽ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് ജമ്മു കാശ്മീർ സർക്കാരിന്റെ നിലപാട്.